വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേനൽക്കാല അത്ലറ്റിക് പരിശീലന ക്ലാസ് ഏപ്രിൽ 18 മുതൽ ആരംഭിക്കും. 11:30 സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാറുകളും ക്ലാസുകളും ഉണ്ടായിരിക്കും. ദ്രോണാചാര്യ KP തോമസ് മാഷാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രാവിലെ 10-ന് മുൻപ് രക്ഷകർത്താക്കൾ സഹിതം എത്തി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് തോമസ് മാഷ്, PTA പ്രസിഡന്റ് KU സുദർശൻ, ഹെഡ് മിസ്ട്രസ് പുഷ്പലത, രാജാസ് തോമസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ നമുക്ക് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ല ബേസ് ചെയ്ത് കൂടുതൽ കുട്ടികൾ, ഈ മലയോര പ്രദേശത്തെ കുട്ടികൾ ആൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ നമുക്കിവിടെ നിന്ന് കൂടുതലായിട്ട് പോയി പിടുത്തം, അതായത് ഇപ്പോൾ പല സ്കൂളിൽ അന്യജില്ല ജില്ലകളിൽ നിന്നുള്ള സ്കൂളുകളിൽ നിന്ന് വരെ നമ്മുടെ ഈ ജില്ലയിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞ ദിവസം വരെ വണ്ടികൾ ഓടി ഓരോ കുട്ടികളുടെ വീട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പോയി പിള്ളേരെ പിടിക്കാനുള്ള ഇതൊന്നുമില്ല. ഞങ്ങളുടെ വർക്കിൽ സംതൃപ്തരായ രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ താല്പര്യം അറിഞ്ഞ്, തോമസ് മാഷ് ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. തോമസ് മാഷിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒത്തിരി കുട്ടികളുണ്ട്. ഇങ്ങോട്ട് നമ്മളെ ഇപ്പോഴും വിളിച്ചുകൊണ്ട് എന്നാ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ തോമസ് മാഷിൻ്റെ കീഴിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ 18-ാം തീയതി രാവിലെ 11:30-നാണ് നമ്മുടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ക്യാമ്പിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ്. അതിൽ നമ്മൾക്ക് സ്പോർട്സ് ആയുർവേദ, നമ്മുടെ മാത്യു ജോസഫ് വെമ്പിളിയുടെ നേതൃത്വത്തിലുള്ള സ്പോർട്സ് ആയുർവേദ സെൻറ്ററിൻ്റെ കീഴിലുള്ള സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ സെമിനാറുകളും യോഗ ക്ലാസ്സുകളും പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, പിള്ളേർക്കുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തജന പ്രവാഹം. 5ാം ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ 9-ന് ശ്രീഫുതബലി എഴുന്നള്ളപ്പ് നടന്നു. തിരുവുത്സവം 4ാം ദിവസം കുട്ടികളുടെ നൃത്ത പരിപാടികൾ നടന്നു. വിവിധ നൃത്ത സംഗീത സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടി അവതരിപ്പിച്ചത്. Devi
തയ്യൽ തൊഴിലാളി കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം പ്രതിനിധി സമ്മേളനം നടന്നു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആമ്പൽ ജോർജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇന്ന് എല്ലാ തൊഴിലാളികൾക്കും ക്ഷേമനിധിയുണ്ട്. അതിലേറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് കെട്ടിടനിർമ്മാണ തൊഴിലാളിയിലാണ്. അതുപോലെ തന്നെ നമുക്ക് തയ്യൽ തൊഴിലാളികളുടെ, അതുപോലെ ചുമട്ടുതൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ വിഭാഗങ്ങൾക്കും ഇന്ന് ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളികൾക്ക് 20 ഐറ്റംസിന് ആനുകൂല്യം കൊടുക്കുമ്പോൾ നമ്മുടെ തയ്യൽ തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് 5 ഐറ്റംസിന് മാത്രമേ ഉള്ളൂ. ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതിന് സർക്കാരിനെ അതിനുവേണ്ടി മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുകയും പ്രമേയങ്ങൾ പാസാക്കുകയും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ പോകുന്നത്. നെടിയശാല കർമ്മലീത്ത മഠം സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. കോതമംഗലം പാവനാത്മ പ്രൊവിൻസിന് കീഴിലുള്ള കർമ്മലീത്ത മഠം ഇടവകയിലെ ആത്മീയ ഭൗതിക വളർച്ചയിൽ വലിയ സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 11 ജൂബിലി ആഘോഷ പരിപാടികൾ നടക്കും. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇടവക വികാരി ഫാദർ ഇമ്മാനുവൽ പീച്ചാട്ട്, കർമ്മലീത്ത സഭ അധികൃതർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് മദർ സുപ്പീരിയർ സിസ്റ്റർ മേഴ്സിലിറ്റ് അറിയിച്ചു. നെടിയശാല ഇടവകയിൽ കർമ്മലീത്ത സന്യാസ സമൂഹത്തിൻ്റെ മഠം സ്ഥാപിതമായിട്ട് 50 വർഷം തികയുകയാണ്. സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന കോതമംഗലം പാവനാത്മ പ്രൊവിൻസിൽപ്പെട്ട ഈ മഠം 1963 ജൂലൈ 16 പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിവസം രൂപതയുടെ പ്രഥമ മെത്രാൻ ദിവംഗതനായ മാർ മാത്യു പോത്തനാമൊഴി പിതാവാണ് ആശീർവദിച്ചത്. സിസ്റ്റർ കർമ്മലീന ആയിരുന്നു അന്നത്തെ മദർ സുപ്പീരിയർ. ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, കുടുംബ പ്രേക്ഷിതത്വം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വളർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടിയുള്ള പദ്ധതികൾ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള കർമ്മ പരിപാടികളാണ് CMC സമൂഹത്തിനുള്ളത്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഏപ്രിൽ 11 വ്യാഴാഴ്ചയാണ്. അഭിവന്യന്മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവും പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡിവോഷ്യ, കൗൺസിലർമാർ വികാരി ഫാദർ ഇമ്മാനുവൽ പീച്ചാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ ഇടത്തൊട്ടി, മുൻ വികാരിമാർ, ഇടവകയിൽ നിന്നുള്ള വൈദികർ, മുൻപ് ഇവിടെയുണ്ടായിരുന്ന സിസ്റ്റേഴ്സ്, ഉപകാരികൾ, ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും. തുടർന്നുള്ള സ്നേഹവിരുന്നിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. YWCA തൊടുപുഴ ആഭിമുഖ്യത്തിൽ കൗമാരക്കാർക്ക് വേണ്ടി സെമിനാർ സംഘടിപ്പിച്ചു. മോൾഡിംഗ് ദ ജുവനൈൽ ജെംസ് എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് കൊച്ചിൻ ഗൈനക്കോളജിക്കൽ സൊസൈറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കൊച്ചിദ്രസ്യ തോമസ് അധ്യക്ഷയായിരുന്നു. 3 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. സ്ത്രീകൾ അത് ഗർഭിണികളാകാം, അല്ലാത്ത സ്ത്രീകളാകാം. സ്ത്രീ എപ്പോഴും അപ്പൊ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗർഭിണികളല്ലാത്ത ഡോക്ടറിനെ നോക്കുന്ന, അല്ലാത്ത പേഷ്യൻസിനെ നോക്കുന്ന ഡോക്ടർ. ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ഗർഭിണികളെ നോക്കുന്ന ഡോക്ടർ. അപ്പോൾ ഞങ്ങള് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഒബ്സ്റ്റട്രീഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ധാരാളം പെൺകുട്ടികൾ, നിങ്ങളെ പോലെയുള്ള കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്റെ പേഷ്യൻസായി വന്നിട്ടുണ്ട്. അപ്പോൾ അവര് ചില മോശമായ സാഹചര്യത്തിൽപ്പെട്ട് ചില ചതിക്കുഴികളിൽപ്പെട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ അവസരത്തിൽ അങ്ങനത്തെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് പറ്റിയത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഇതേപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. പല പെൺകുട്ടികളും ഗർഭിണികളായി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതേപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതേപ്പറ്റി അറിയാൻ പാടില്ലായിരുന്നു, കല്യാണം കഴിച്ചാലേ ഗർഭിണിയാകുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറെ കുട്ടികൾ
നമുക്കറിയാം, ഒരു ആള് രോഗിയായിട്ട് വന്നാൽ ഡോക്ടറിന് വളരെ എളുപ്പമാണ് ചികിത്സിക്കാം. പക്ഷേ ആ കുട്ടിയുടെ ഭാവി അതോടുകൂടി തകർന്നു പോകുന്നതാണ്, അല്ലെ? നിങ്ങളെ പോലെയുള്ള ഒരു പെൺകുട്ടി കൗമാരപ്രായത്തിൽ തന്നെ ഗർഭിണിയായി വന്നാല് അതോടുകൂടി നിങ്ങളുടെ മടിയിൽ വേറൊരു കൊച്ചും കൂടെ വന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കൊച്ചു മരിച്ചു, അല്ലെങ്കിൽ അമ്മ മരിച്ചു, നിങ്ങളുടെ വീട്ടിലെ നാണക്കേട്, നാട്ടിൽ നാണക്കേട്, ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഭാവി തന്നെ അതോടുകൂടി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഈ അറിവില്ലായ്മ ഒന്ന് പരിഹരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഈ കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടന തൊടുപുഴയിൽ നിലവിൽ വന്നു. കേരള പ്രദേശ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. KPCC എക്സിക്യൂട്ടീവ് അംഗം ആമ്പൽ ജോർജിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം നടന്നു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും INTC ദേശീയ സെക്രട്ടറിയും ആയ PA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ബന്ധമില്ലെങ്കിലും കൊടുക്കുന്നയാൾ വാങ്ങുന്നയാൾ അതിവിടെയുണ്ട്, ആ ബന്ധം ഇവിടെയുണ്ട്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പുതിയ യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ സംഘടന ഉണ്ടാക്കിയ ആദ്യം ഇത് തൊഴിലാളി ബന്ധമില്ല, കമ്മീഷൻ വാങ്ങിക്കുന്ന ആളുകൾ, അവർക്ക് എന്താ തൊഴിലാളി ബന്ധമെന്നൊക്കെ ആരും അവർക്ക് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ അംഗസംഖ്യയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ മൊത്തം 7 കോടി ആളുകളാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരായി ഇന്ന് രജിസ്റ്റർ പെട്ടവരായി 7 കോടി ആളുകൾ. കേരളത്തിൽ 15 ലക്ഷം ആളുകൾ. 10 ലക്ഷം എന്ന് കുറവാണ്. 15 ലക്ഷം ഇപ്പൊ നിലവിൽ രജിസ്റ്ററിൽ 15 ലക്ഷം ആളുകളുണ്ട്. അതിലിടയ്ക്ക് ഇട്ടേച്ച് പോയ ആളുകളൊക്കെ കുട്ടിയാൽ 15 ലക്ഷം ആളുകളെങ്കിലും കേരളത്തിലുണ്ട്. തൊഴിലാളി ബന്ധമില്ലെങ്കിൽ പോലും നിയമനിർമ്മാണത്തിന്റെ കുറവ് കൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പണിയെടുക്കുന്നവർക്ക് എന്ന കമ്പനികളുണ്ട്. ആ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടാവുന്ന എല്ലാ ലൈസൻസും വാങ്ങിയിട്ടുണ്ട്. ആ ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെമ്പാടും